ബാക്കി വന്ന ചോറ് കളയല്ലേ, നമുക്ക് വടകം ഉണ്ടാക്കാം. വടകം ആക്ച്വലി ഒരു മൾട്ടിപർപ്പസ് വിഭവമാണ്. ചായയുടെ കൂടെ സ്നാക്സ് ആയിട്ടും ചോറിന്റെ കൂടെ സൈഡായിട്ടും പിന്നെ പുളിയുള്ള കറികൾ, മോരുകറി, പുളിങ്കറി ഒക്കെ ഉണ്ടാക്കുമ്പോൾ താളിപ്പിന്റെ കൂടെ 2 എണ്ണം പൊട്ടിച്ചിട്ടാല് കറിക്ക് നല്ലൊരു രുചിയും മണവും കിട്ടും. നമസ്തേ, ഞാൻ ധന്യ. ഇത് വെജ് കേരള. എല്ലാവർക്കും വെജ് കേരളയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും പിന്നെ ഒരു ഹൈപ്പും കൂടെ തരാൻ മറക്കല്ലേ. ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടി എന്റെ കയ്യിലുണ്ടായിരുന്നത് 2 കപ്പ് കുറുവ അരിയാണ്. ഏത് ടൈപ്പ് റൈസ് വേണമെങ്കിലും എടുക്കാം, പക്ഷെ അതിൽ വെള്ളത്തിന്റെ അംശം ഒട്ടും ഉണ്ടായിരിക്കാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഉണ്ടാക്കുമ്പോൾ വടകം പൊട്ടിപ്പോവും വെള്ളത്തിന്റെ അംശം ഉണ്ടെങ്കിൽ. ചോറിത ഇതുപോലെ നല്ല ടൈറ്റായിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ നന്നായിട്ട് അരച്ചെടുക്കണം. ചോറ് അരച്ചത് നമുക്ക് സൈഡിലേക്ക് മാറ്റിവെക്കാം. എന്നിട്ട് അതേ മിക്സിയിൽ തന്നെ നമുക്ക് മസാലയും കൂടെ അരച്ചെടുക്കാം. മസാലയ്ക്ക് വേണ്ടി ആദ്യം നമ്മൾ ചേർക്കുന്നത് ചെറിയ ഉള്ളി ഒരു 10-12 എണ്ണം ഒന്ന് പകുതിയായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, പെട്ടെന്ന് ക്രഷ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു 15 മുതൽ 20 അല്ലി വരെ വെളുത്തുള്ളിയും കൂടെ എടുക്കാം. അത് തോൽ ഒഴിവാക്കിയിട്ടില്ല കേട്ടോ, ഒരു ടേസ്റ്റ് കിട്ടും. ഇനി വെളുത്തുള്ളി കഴിക്കാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യുകയും ചെയ്യാം. പെരുംജീരകം ചേർക്കാം, ഒരു 1 മുതൽ 1.5 ടീസ്പൂൺ വരെ. അടുത്തതായി നമ്മൾ ചേർക്കുന്നത് സാധാരണ ജീരകമാണ്, അതും 1 മുതൽ 1.5 ടീസ്പൂൺ വരെ ചേർക്കാം. ഇനി ചുമന്ന മുളക് പൊടി ചേർക്കാം, 1 മുതൽ 2 ടീസ്പൂൺ വരെ. എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തോളൂ കേട്ടോ. പച്ചമുളക് ചേർക്കാം, മീഡിയം സ്പൈസി ആയിട്ടുള്ളത് ഒരു 2 എണ്ണം. ഇതും എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തോളൂ. ഒരു 3 മുതൽ 4 തണ്ട് വരെ കറിവേപ്പിലയും കൂടെ ചേർക്കാം. കായത്തിന്റെ പൊടിയും കൂടെ ചേർക്കാം, ഒരു 1/2 ടീസ്പൂൺ. ചോറിനും മസാലയ്ക്കും കണക്കാക്കി വേണം കായപ്പൊടി ചേർത്ത് കൊടുക്കാൻ. ഇത്രയും അളവിന് 1/2 ടീസ്പൂൺ മതി. ഇപ്പൊ നമ്മൾ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കഴിഞ്ഞു. ഇനി ഇതുപോലെ ചതച്ചെടുക്കണം, ഇത്രയും തരുതരിപ്പോടെ. ഇപ്പൊ ഇത് കണ്ടില്ലേ, മസാലയിൽ പച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് വന്നപ്പോൾ ഒരു ചെറിയ നനവുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ചോറ് ഒട്ടും വെള്ളം ചേർക്കാതെ ടൈറ്റ് ആയിട്ട് അരച്ചെടുത്തത്. ചോറിലേക്ക് മസാലയും ചേർത്ത് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് എല്ലാം കൂടെ ഒരുമിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക. ചോറിന്റെ എല്ലാ ഭാഗത്തേക്കും ഈ മസാല എത്തിപ്പെടണം. ഇതായിപ്പോ വടകത്തിനുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി നമുക്കൊരു സ്റ്റീൽ പാത്രം എടുക്കാം. അതിലേക്ക് അല്പം എണ്ണ തേച്ചു കൊടുക്കാം, എണ്ണ തടവി കൊടുക്കാം. വടകത്തിന്റെ ബോൾസ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മുടെ കയ്യിലും അല്പം എണ്ണ തടവി കൊടുക്കാം. എന്നിട്ട് മാവ് ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിൽ ഇതുപോലെ ഉരുട്ടിയെടുക്കാം. ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കിയെടുക്കാം കേട്ടോ, പക്ഷെ നോർമലി ഞാൻ ഇങ്ങനെയാണ് ചെയ്തെടുക്കാറ്, ഉരുണ്ടിട്ട്. 2 കപ്പ് ചോറിനും അത്രയും ഇൻഗ്രീഡിയൻസിനും കൂടെ നമുക്ക് 30 വടകങ്ങൾ ഉരുട്ടിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി ഇത് 3 ദിവസം വെയിലത്ത് ഉണക്കിയെടുക്കണം, എന്നാലേ ഉൾഭാഗത്തേക്കൊക്കെ ശരിക്കും ഉണങ്ങി കിട്ടുള്ളൂ. 3 ദിവസം ഉണങ്ങി നമ്മുടെ സുന്ദരിക്കുട്ടികൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഉൾഭാഗത്തേക്കൊക്കെ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അതിനുവേണ്ടി ഒരു പാനിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. എണ്ണ മീഡിയം ഹോട്ട് ആവുമ്പോൾ മാത്രം ഇത് വറുക്കുക കേട്ടോ. ഹൈ ഹീറ്റും പാടില്ല, ലോ ഹീറ്റിലായാലും ശരിയാവില്ല. മീഡിയം തീയിൽ ഒരു 35-40 സെക്കൻഡ് ആവുമ്പോഴേക്കും ഇത് കോരിയെടുക്കാൻ പാകത്തിനാവും. ഉള്ളിലും വെന്തിട്ടുണ്ടാവും, പുറത്തും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ടാവും. ഇതിപ്പോ റെഡി ആയിട്ടുണ്ട്, നമുക്ക് കോരി മാറ്റി വെക്കാം. കണ്ടോ, ഓയിലിൽ ഫ്രൈ ചെയ്ത വടകാണ്, ഉൾഭാഗത്തേക്കും നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് ചോറിന്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 2-3 എണ്ണമായിട്ടാണ് സെർവ് ചെയ്യുക. കറിക്ക് താളിക്കുമ്പോൾ ചേർക്കാനാണെങ്കിൽ താളിക്കുമ്പോൾ ഉപയോഗിക്കുന്ന മറ്റ് ഇൻഗ്രീഡിയൻസിന്റെ കൂടെ ഇത് 2 എണ്ണം പൊടിച്ച് ചേർത്താൽ മതി. കറിക്ക് നല്ല രുചിയും മണവും കിട്ടും. ഇത് സൂക്ഷിച്ചു വെക്കാനാണെങ്കിൽ സാധാരണ ഒരു സ്റ്റീൽ പാത്രത്തിൽ, വെയിലത്ത് വെച്ച് ഉണക്കി ഒരു സ്റ്റീൽ പാത്രത്തിൽ ഇട്ട് വെച്ചാൽ 1 വർഷം വരെയൊക്കെ ഇത് കേടുകൂടാതെ ഇരിക്കും. നമ്മൾ അളവുകളൊക്കെ ഇങ്ങനെ പറയുമെങ്കിലും അളവില്ലാതെ കഴിച്ചു പോകുന്നൊരു സാധനമാണ് കേട്ടോ ഇത്. അത്രയ്ക്കും ടേസ്റ്റ് ആണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ വീട്ടിലെല്ലാവരും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും ഇതിന്റെ ഫീഡ്ബാക്ക് ആയാലും കമന്റിൽ ഇട്ടാൽ മതി കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള.